പീഡനം നടത്തിയവന് വീണ വായിക്കുന്ന സർക്കാരും ആരോഗ്യമന്ത്രി. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ അമ്മയെയോ സഹോദരിയെയോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഭാര്യ കമലയെയോ മകൾ വീണയെയോ ഏതെങ്കിലും ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ ഒരു സർജറിക്ക് പ്രവേശിപ്പിച്ചു എന്ന് കരുതുക. വെറുതെ കരുതിയാൽ മതി. കാരണം ഇവരൊന്നും ഇവരുടെ സ്വന്തം ആവശ്യത്തിന് ഇതിന്റെ വഴി പോലും പോകില്ല. സർജറി കഴിഞ്ഞ് സ്റ്റെപ്പ് ഡൗൺ ഐ സി യുവിലോ അനസ്തീഷ്യയുടെ മയക്കം വിടാതെ കിടക്കുമ്പോൾ ആ ആശുപത്രിയിലെ ഞരമ്പ് രോഗിയായ ഒരു അറ്റൻഡർ ഇവരെ കയറി പീഡിപ്പിച്ചു എന്ന് കരുതുക. എന്തായിരിക്കും നിലപാട്? ഇവനെ പ്രമോഷൻ കൊടുത്ത് ആ ആശുപത്രിയിൽ നിലനിർത്തുമോ അതോ എടുത്ത് പുറത്തു കളയുകയും ജയിലിലടയ്ക്കുകയും ചെയ്യുമോ? അന്തംകമ്മികൾ ഭരിക്കുന്ന ഈ നാട്ടിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ 2023 മാർച്ച് 18 ശസ്ത്രക്രിയ കഴിഞ്ഞ് അർദ്ധബോധാവസ്ഥയിലായിരുന്ന യുവതിയെ അന്തംകമ്മിയായ ഒരു അറ്റൻഡർ പീഡിപ്പിച്ചത്. ആരും അത് മറന്നിരിക്കുവാനിടയില്ല. സസ്പെൻഷനിലായ കമ്മിയെ രക്ഷിക്കുവാൻ പരാതി നൽകി യുവതിയെ കൊണ്ട് മൊഴി മാറ്റിക്കുവാൻ 6 വനിതാ ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയ സംഭവം അധികൃതർക്ക് സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിത റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ആ 5 പേരെ സസ്പെൻഡ് ചെയ്യുകയും ഒരാളെ പിരിച്ചുവിടുകയും ചെയ്തു. ഭീഷണി സ്ഥിരീകരിച്ച് മൊഴി നൽകിയ അനിതയെയും ചീഫ് നഴ്സിംഗ് ഓഫീസർ, നഴ്സിംഗ് സൂപ്രണ്ടന്റ് എന്നിവരെയും സ്ഥലം മാറ്റിയെങ്കിലും അനിത ഒഴികെയുള്ളവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്ന് സ്റ്റേ ലഭിക്കുകയും അവർ തിരികെ സർവീസിൽ കയറുകയും ചെയ്തു. പീഡനം നടത്തിയവന്റെ സസ്പെൻഷൻ പിൻവലിച്ച് അവനെ തിരിച്ചെടുത്തു എന്നും ഓർക്കണം. അനിതയ്ക്കെതിരെയുള്ള നടപടിക്കെതിരെ അനിത കോടതിയെ സമീപിച്ചു. ഒടുവിൽ സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയെ തിരികെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് സാങ്കേതിക തടസ്സം പറഞ്ഞും പുതിയ മുട്ടാപ്പോക്ക് കാരണങ്ങൾ പറഞ്ഞും സർക്കാർ തടയുന്നത് ഒരു കൊടും ക്രൂരത നടത്തുക മാത്രമല്ല, പീഡനത്തിന്റെ തുടർച്ചയായി ഉണ്ടാക്കുന്ന പകപൊക്കൽ കൂടിയാണിത്. അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കുന്നതിന്റെ മറ്റൊരു തെളിവ് കൂടി തരികയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയും സംസ്ഥാന സർക്കാരും കോഴിക്കോട് മെഡിക്കൽ കോളേജും. നീതിയോടൊപ്പം എന്നും നിൽക്കേണ്ടുന്ന ഭരണകൂടം അത് ചെയ്യാതിരിക്കുന്നത് മാത്രമല്ല, അതിജീവിതയോട് ചേർന്ന് നിൽക്കുന്ന നഴ്സിംഗ് ഓഫീസറെ തോൽപ്പിക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയതുകൂടി കാണുകയാണ് കേരളം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോദിച്ചത്, ഇവരുടെ അമ്മമാർക്കോ സഹോദരിമാർക്കോ ഇത്തരമൊരു അനുഭവം വന്നാൽ ഇവർ എന്ത് ചെയ്യുമെന്ന്. നിരപരാധികളായ ഇരകൾക്കൊക്കെ ഉള്ളത് തന്നെയല്ലേ ഇവർക്കുമുള്ളത്. അതിന് കാര്യമായ പ്രത്യേകതകളോ ഡെക്കറേഷനുകളോ വല്ലതുമുണ്ട്? പീഡിപ്പിക്കപ്പെട്ട യുവതിക്ക് സത്യം പറഞ്ഞുകൊണ്ട് പിന്തുണ നൽകിയ PB അനിതയ്ക്ക് അഭിനന്ദനം നൽകേണ്ടതിന് പകരം അനിതയുടെ ഭാഗത്ത് ജോലി സംബന്ധമായ ഗുരുതരമായ വീഴ്ചയുണ്ടെന്ന് അന്വേഷണ റിപ്പോർട്ടുള്ളതായി മന്ത്രി വീണ ജോർജ് ഇന്നലെ പറഞ്ഞപ്പോൾ അത് പകപോക്കലിന്റെ സർക്കാർ ധാർഷ്ട്യം തന്നെയാണ് തെളിയുന്നത്. വീണയുടെ ഗതികേട്, ഞരമ്പ് രോഗിയായ ഒരു അന്തംകമ്മിയെ രക്ഷപ്പെടുത്തുവാനുള്ള ഗതികേട്, അതിന്റെ ഭാഗമായുള്ള നടപടികളാണ് സ്വീകരിച്ചതെന്ന് കൂടി പറയുമ്പോൾ അനിതയെ മാത്രമല്ല, കരുണയോടും നീതിയോടും ഒപ്പം നിലകൊള്ളുന്ന എല്ലാ നഴ്സുമാരെയും മന്ത്രി അപമാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഭരണപരമായ കാര്യങ്ങളിൽ ഗതികേട് കൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി ഒരു കളിപ്പാവയാകുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സർജറിക്കെത്തുന്ന ഒരു യുവതി പീഡിപ്പിക്കപ്പെടുകയും അവിടെ മൊഴി മാറ്റുവാൻ സർക്കാർ ജീവനക്കാർ തന്നെ ശ്രമിക്കുകയും ഇതിനെതിരെ അതിജീവിതയോടൊപ്പം നിന്ന സത്യം വിളിച്ചു പറയുവാൻ ചങ്കൂറ്റം കാണിച്ച സിസ്റ്റർ അനിതയ്ക്ക് എല്ലാ പിന്തുണയും നൽകേണ്ടുന്നതിന് പകരം പീഡനം നടത്തിയ നരാധമന് വീണ വായിച്ച വീണ ജോർജ് സ്ത്രീത്വത്തിന് തന്നെ അപമാനമാണ്. കോടതിയിലും പണി കിട്ടും, പൊതുജനവികാരം മൊത്തത്തിൽ തിരിഞ്ഞു എന്ന് കണ്ടപ്പോൾ ഗത്യന്തരമില്ലാതെ ഈ അന്തംകമ്മികൾ സിസ്റ്റർ അനിതയ്ക്ക് ഒടുക്കം അനുകൂലമായി ഉത്തരവിറക്കി. ഇന്ന് ഇതിനെയാണ് ഛർദ്ദിൽ തിന്നുക എന്ന് പറയുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പീഡിപ്പിക്കപ്പെട്ട യുവതിക്ക് അനുകൂല നിലപാട് എടുത്തതിന്റെ പേരിൽ സ്ഥലം മാറ്റപ്പെട്ട സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകുവാനാണ് ഇന്ന് ഉത്തരവിറക്കിയത്. ഉടൻ നടപടി സ്വീകരിക്കണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അനിതയോടൊപ്പം അതിജീവിതയും സമരമുഖത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ വിഷയം വലിയ വിവാദമായ പശ്ചാത്തലത്തിലാണ് ഈ നാണംകെട്ട ആരോഗ്യവകുപ്പും അതിൻ്റെ മന്ത്രിയും ഗത്യന്തരമില്ലാതെ ഉത്തരവിറക്കിയത്. ഇത് ആദ്യം അങ്ങ് ചെയ്യുകയായിരുന്നുവെങ്കിൽ ഇത്രയും നാറുമായിരുന്നു. തനിക്ക് പറ്റിയ വീഴ്ച എന്തെന്ന് മന്ത്രി വ്യക്തമാക്കണമെന്ന് അനിത പറഞ്ഞതിന് മുഴക്കമേറെയുണ്ട്. എന്തുണ്ടായാലും ഏത് സാഹചര്യത്തിലും പ്രതികരിക്കരുത് എന്നാണോ മന്ത്രി ഉദ്ദേശിക്കുന്നത്? ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട ഒരാളോട് ഒരു നേഴ്സ് അനുകൂല നിലപാട് എടുക്കേണ്ടെന്നും അങ്ങനെ ഒരു ക്രൂരത കണ്ടില്ലെന്ന് നടിക്കണമെന്നുമാണ് അധികൃതർ വിചാരിക്കുന്നതെങ്കിൽ ആ നിലപാടിലെ ജനവിരുദ്ധത ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയല്ലേ? അനിതയെ
ഏപ്രിൽ 1-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തിരികെ പ്രവേശിപ്പിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ കോടതി ഉത്തരവ് നടപ്പാക്കിയില്ല. തുടർന്ന് മെഡിക്കൽ കോളേജിൽ അനിത സമരം തുടങ്ങി. അനിതയുടെയും അവരെ പിന്തുണച്ചുള്ള അതിജീവിതയുടെയും സമരം 5 ദിവസം പിന്നിടുകയും അത് വലിയ ജനശ്രദ്ധ നേടിയതിന് പിന്നാലെയാണ് അനിതയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകുമെന്ന് ഇന്ന് ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കിയത്. അതിജീവിതയെ ആശുപത്രി ജീവനക്കാരായ 5 പേർ ഭീഷണിപ്പെടുത്തിയത് അനിതയുടെ നിരുത്തരവാദപരമായ സമീപനം കൊണ്ടാണ് എന്നായിരുന്നു DME റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റിയത്. ഇതിനെതിരെയാണ് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് അനിത നേടിയത്. ഇതുകൊണ്ട് മാത്രമായില്ല, ആ ഞരമ്പ് രോഗിയായ അറ്റൻഡറെ സർവീസിൽ നിന്ന് അടിയന്തരമായി പിരിച്ചുവിടുകയും അവനെ ജയിലിലടയ്ക്കുകയും ചെയ്യണം. ഒപ്പം മൊഴിമാറ്റുവാൻ അതിജീവിതയെ വിരട്ടിയ ആ ബാക്കി 4 എണ്ണത്തിനെയും. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കുടുങ്ങിയ കത്രികയുമായി 5 വർഷം വേദന സഹിച്ച് ജീവിച്ച KK ഹർഷനയുടെ പരാതിയും പ്രതിഷേധവും അവഗണിച്ച് നെട്ടോട്ടം ഓടിച്ച സർക്കാർ സംവിധാനങ്ങളെയും ഇതോട് ചേർത്ത് വെക്കാം. അതേ സർക്കാർ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ജീവനക്കാരൻ യുവതിയെ പീഡിപ്പിച്ചത്. കഠിനവും ക്രൂരവുമായ അതിക്രമം നേരിട്ടതാൻ നീതി തേടിയിറങ്ങിയപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്തിയെന്ന് ആ അതിജീവിത തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിക്രമത്തിനെതിരെ പരാതിപ്പെട്ടാൽ ഇതാണ് അവസ്ഥയെങ്കിൽ ഇനി ആരെങ്കിലും പരാതിപ്പെടുവാൻ വരുമോ എന്ന് ആ വനിത ചോദിച്ചിട്ടുണ്ട്. അത് കേട്ട് നീതിബോധമുള്ള മലയാളി മനസ്സ് പൊള്ളിയിട്ടുമുണ്ട്. ഇപ്പോഴിതാ ആ വനിതയ്ക്കൊപ്പം നിലയുറപ്പിച്ച നഴ്സിനോടുള്ള പകപോക്കോലും നാം കാണുന്നു. സ്ത്രീക്കൊപ്പമാണ് എപ്പോഴും എന്ന് ആണയിടുന്ന ഒരു സർക്കാരിന്റെ മേൽനോട്ടത്തിലാണ് ഈ പ്രതികാര നടപടികളെന്ന് നാം കാണാതെ പോകരുത്. ഏറ്റവും നിന്ദ്യമായ ശാരീരിക അതിക്രമം നേരിട്ട അതിജീവിതയ്ക്കൊപ്പം ഐക്യദാർഢ്യത്തോടെ നിൽക്കുന്ന ഒരു നേഴ്സ് പകപോക്കലും സമ്മർദ്ദവും അപമാനവും അനുഭവിക്കേണ്ടി വരുന്നതാണോ സ്ത്രീപക്ഷ കേരളത്തിന്റെ മുഖമുദ്ര? അപമാനിക്കപ്പെടുന്നവരെ പിന്തുണയ്ക്കുവാനും ചേർത്ത് പിടിക്കുവാനും ഇങ്ങനെ ചിലർ ഉള്ളതുകൊണ്ടുകൂടിയാണ് ഈ ലോകം വാസയോഗ്യമാകുന്നതെന്ന് എന്നാണ് ഈ അന്തംകമ്മികൾ മനസ്സിലാക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.